ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ആകുന്നത് നമ്മുടെ കണ്ണനെ കണ്ടുകൊണ്ടാണ് കേട്ടോ. പത്രമാറ്റ സീരിയലിലെ വിഷു ആഘോഷമാണ്. നമ്മുടെ നയന ഇങ്ങനെ കണ്ണനെ ഒരുക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുണ്ട്, നവ്യുണ്ട്, എല്ലാവരും ഇങ്ങനെ കണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ കണ്ടിട്ട് നിൻ്റെ നന്ദുവിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ എന്നൊക്കെ പറയേ. അന്നേരത്തേക്കിനും പറയും മറ്റന്നാളെ പോവുമല്ലേ, അതിൻ്റെ സങ്കടത്തിലാവും എന്നിങ്ങനെ കനകയും പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തേക്കും നമ്മുടെ നന്ദു പറയും അതുകൊണ്ട് തന്നെയാണ് എനിക്കും എല്ലാവരെയും വിട്ടു പിരിയുന്നതിൽ ഭയങ്കര സങ്കടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് എന്നാൽ നീ പോകണ്ട, നീ ജോലിക്കാരിയാവുന്ന അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥയാകുന്നത് എനിക്കൊരു താല്പര്യവും ഇല്ല കാണാനെന്ന് ഇങ്ങനെ പറയുവേ. എന്നാൽ നമ്മുടെ നവ്യ പറയുന്നുണ്ട് നന്ദു നീ അവൾ വെറുതെയൊക്കെ പറയുന്ന നീ പൊയ്ക്കോ, എന്നിട്ട് വേണം എനിക്കിട്ട് 2 പേർക്കിട്ട് പെരുമാറാനുണ്ട്. മറ്റാരെയല്ല, എൻ്റെ അമ്മായിയമ്മേനെയാണ്. ഇനി അബി കാണിക്കുന്ന സ്നേഹത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവനിട്ടും കൊടുക്കണം 2 എണ്ണം. അപ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലൊരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് വായിക്കുന്നത് ഇങ്ങനെയാണ്: നാളെ വിഷു ആയിട്ട് ഒരു മരണ വാർത്ത കേട്ടാലോ എന്നിങ്ങനെ. ദൈവമേ. അപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനിയാണല്ലോ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നന്ദുവിന് ആ പടക പേടിയാവുകയാണേ. അവൻ വെറുതെ ഒന്നും പറയാറില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയും ചെയ്യും. എന്ത് ചെയ്യാനാണ് ഞാനിപ്പോൾ? ഒരു പക്ഷേ അനിയെ സ്നേഹിക്കുന്നതിലും ഒരു മഴം കൂടുതൽ ഞാൻ അനിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ ദൈവമേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടോ. എന്താടിയെന്നും പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുവേ. അപ്പോഴത്തേക്കിനും പറയും ആരാ മെസ്സേജ് അയച്ചതെന്ന് ചോദിക്കുവേ. അന്നേരം പറയും എൻ്റെ കൂട്ടുകാരാണ്, മറ്റന്നാൾ പോവുമല്ലേ, അപ്പോൾ ലാസ്റ്റ് ഒന്ന് കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും എപ്പോൾ ഈ സമയത്തൊന്ന് ചോദിക്കാം. ഇപ്പോൾ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കനകം വന്നിട്ട് പറയും ഒരിക്കലും പറ്റത്തില്ല, ഈ സമയത്ത് പോകാൻ പറ്റത്തില്ലെന്ന് പറയുവേ. അന്നേരത്തേക്ക് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഇത്തിരി സപ്പോർട്ടീവായിട്ടാണ് പറയുന്നത്. നന്ദു പോവുകയാണെങ്കിൽ പോട്ടമ്മേ. ഈ സമയത്ത് ഈ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അനി ഉണ്ടോ എന്ന് ചോദിക്കേ. അനി ഇല്ല എന്ന് പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പോട്ടെ അമ്മേ, ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഈ രാത്രിയിലോ ചോദിക്കേ. രാത്രിയിൽ ഇവർക്ക് ഇപ്പോൾ പോകുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, പേടിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ വരുന്നവന്മാരെ ഇവള് പപ്പടാക്കത്തല്ലേ ഉള്ളൂ എന്നിങ്ങനെ നവ്യം പറയുന്നുണ്ടേ. അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. തലയ്ക്കടിപെട്ടിയിട്ടേ ഒരു പ്രാവശ്യം ഗോഡൗണിൽ കിടന്നതാണ്. അന്ന് ആദർശമോനാണ് ഇവളെ രക്ഷിച്ചത്. പിന്നീട് കാണിക്കുന്ന അനിയാണ് കേട്ടോ. അനി ഒരുമാതിരി വട്ട് പിടിച്ച മാതിരി നമ്മുടെ ഹോട്ടൽ റൂമിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ കണ്ണനെയൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് വെളിയിൽ ബൈക്കിൻ്റെ ശബ്ദം വരുവേ. അപ്പം ഇങ്ങനെ നയന ചോദിക്കുക ആരാണ്, നിൻ്റെ ഫ്രണ്ട്സാണോ എന്ന് ചോദിക്കുക. അതേന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദു വെളിയിലോട്ട് പോകും കേട്ടോ. എന്നിട്ട് അവർ വന്നതും പറയുന്നുണ്ട് നന്ദു അനി അവിടെ വയലൻ്റ് ആയിട്ടിരിക്കുകയാണ്, ഞങ്ങൾ നിന്നെയും കൊണ്ട് ചെല്ലാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നീ വന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുകയാണേ. അവൻ മൊത്തത്തിൽ സീനാക്കും. ഇപ്പം തന്നെ മദ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കഴിക്കുന്നവനാണ്, അവന് അങ്ങനെ കഴിക്കാത്തതും കൂടിയാണ് എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരെ പറയുക. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് നീയൊക്കെ എന്ത് കൂട്ടുകാരാടാ, അവനെ പറഞ്ഞ് തിരുത്തണ്ടേന്നൊക്കെ പറയുക. അപ്പോൾ അവനോട് എന്ത് പറഞ്ഞിട്ടും ഇപ്പോൾ ഒരു കാര്യമില്ല, നീ വന്ന് സംസാരിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുക. അന്നേരം നമ്മുടെ നന്ദു പറയുന്നുണ്ട് എടാ എന്നെ ഇവിടുന്ന് വിടുമെന്ന് തോന്നുന്നില്ല, നിങ്ങളൊന്ന് വന്ന് സംസാരിക്കുക എന്ന് പറയേ. അപ്പോഴത്തേക്കും 2 പേരും കൂടെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എന്താ നിങ്ങളിവിടെയും ചോദിക്കുക. അല്ല ഞങ്ങൾ ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ മറ്റന്നാൾ പോവുമല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പിരിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയേ. അതിന് എന്ത് ചെയ്യണം, ഞങ്ങളിവിടെ പിടിച്ചു നിർത്തണമെന്ന് ചോദിക്കുക. അതല്ല ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞങ്ങളൊന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നായനെ ചോദിക്കും ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രാകേഷ് പറയും ഞാനും ഇവനും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടെന്ന് പറയുവേ. അപ്പോൾ ഈ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആനി ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം കുറച്ച് നേരം മിണ്ടാതെ നിൽക്കുവേ. അപ്പം നമ്മുടെ മറ്റേ കൂട്ടുകാരൻ പറയും അനിയ പരിസരത്തും കൂടെ വന്നിട്ടില്ലെന്ന് പറയുവേ. ഇവർ നേരത്തെ എന്നോട് വിളിച്ച് പറഞ്ഞതായിരുന്നു അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കും ഈ നേരത്തോന്ന് ചോദിക്കും കേട്ടോ. നാളെ ഞാൻ രസയാകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, പിന്നെ ഈ സമയത്ത് പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ തിരിച്ച് നന്ദും ചോദിക്കുവേ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രിയിലൊക്കെ ഇവളിങ്ങനെ വിളിച്ചുകൊണ്ട് പോകരുതെന്ന് എന്നിങ്ങനെ പറയാം കനക. അന്നത്തേക്കും പറയും മറ്റന്നാൾ പോവുമല്ലേ, പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയാം. ഞാനൊന്നും വിടത്തില്ലെന്ന് പറയേ. അപ്പോഴത്തേക്കിനും നയന ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് പറയേ പൊക്കോട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും പിന്നെ നയനെ അമ്മയോട് പറയും അമ്മ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ നന്ദു പറയും ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയേ. കറങ്ങിയൊന്നും നടക്കരുത്, പെട്ടെന്ന് വന്നേക്കണം, നാളെ വിഷുവാന്നൊക്കെ പറയുന്നുണ്ട് നയന. പിന്നീട് നമ്മുടെ നന്ദു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ രാകേഷ് നയനയുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി വലിയ ശമ്പളക്കാരൊക്കെ ആയില്ലേ, അപ്പോൾ നാളെ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ, രാവിലെ വിഷുക്കൈനീട്ടം മേടിക്കാമെന്ന് ഇങ്ങനെ പറയുവേ. രണ്ടുപേരും കൂടെ ഇങ്ങനെ വന്നേക്ക്, ചൂലെടുത്ത് വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും എന്നാൽ ഞങ്ങൾ വരുന്നില്ലെന്നും പറഞ്ഞ് അവർ രണ്ടാളും വെളിയിലോട്ട് പോകുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും നമ്മുടെ കനക പറയുന്നുണ്ടേ അനി അവിടെ ഇനി കാത്തിരിക്കുന്നുണ്ടോ എന്തോന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നാലും നമ്മുടെ നയന പറയും പോട്ടെ അമ്മേ, ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ. അന്നത്തേക്കിനും കനക പറയുന്നുണ്ട് ഇനി അവൾ പോയിട്ട് വരുന്നിടം വരെ നെഞ്ചിൽ തീയാണ്. ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് നമ്മുടെ കനക പറയുവേ നയനമോളെ നമുക്ക് ആദർശനൊന്ന് വിളിച്ചാലോ, അനി അവിടെ ഒന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് പിന്നെ നമ്മുടെ നയന ആദർശനെ വിളിക്കുവാണേ. അപ്പോൾ ഫോണൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരിക കേട്ടോ. സ്റ്റെയർ കേസൊക്കെ ഇറങ്ങിയിട്ട് എന്നാ കൊണ്ട് വിശേഷം സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വിഷുവിൻ്റെ കാര്യം എന്തായി, അവിടുത്തെ ഒരുക്കങ്ങൾ എന്തായെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഒക്കെ ആവുന്നുണ്ട്, അവിടെ എന്തൊക്കെയായെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുവേ. പിന്നെ ഇപ്പോൾ എൻ്റെ ബാറ്റിനെ കാണാത്തത് കൊണ്ട് ഈ വിഷു നല്ല രീതിയിൽ പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് ആദർശേട്ടാ നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുവേ ആദർശ്. അപ്പം നമ്മുടെ നയന പറയും ആദർശേട്ടാ അനി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുവേ. നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയേ. അപ്പം ആദർശ് പറയും അനി ഇവിടെ ഇല്ല, അവനിവിടെ വെളിയിലെങ്ങാണ്ട് പോയിരിക്കാൻ തോന്നുന്നു, വണ്ടി ഇല്ലെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നീ എന്തിനാ അവളെ ഇത്ര ഈ രാത്രിക്ക് വിട്ടേന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയതാണ്, നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ, മറ്റന്നാൾ പോവുമല്ലേ. അന്നത്തേക്കിനും അമ്മയോട് പറഞ്ഞിട്ട് വിട്ടതാന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശൊക്കെ പറയുന്നുണ്ട് അനിയും നന്ദുവും തമ്മിൽ എത്രത്തോളം കാണുന്നു അത്രത്തോളം അകലം അനാമികയും അനിയും തമ്മിലുണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. അത് തന്നെയല്ല നേരത്തെ പോലെയല്ല അനിയുടെ സ്വഭാവം, അവൻ ഇത്തിരി ദേഷ്യത്തിലാണ്, മറ്റൊന്നും കൊണ്ടല്ല, നേരത്തെ തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലുള്ള കാര്യം കല്യാണത്തിന് മുന്നേ പറഞ്ഞതായിരുന്നല്ലോ, നമ്മളത് കേട്ടില്ലല്ലോ, ആ ദേഷ്യം അവൻ കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അനി ഒന്നോടൊന്ന് ഉപദേശിക്കണം എന്ന് പറയും കേട്ടോ. ഞങ്ങളിവിടെ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട്, ആദർശേട്ടൻ അനിയെ ഒന്ന് ഉപദേശിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു സന്തോഷം എന്ന് പറയുന്നത് കല്യാണം തന്നെയല്ലേ. അതിലവന് ഒരു സന്തോഷവും ഇല്ല. ഇവിടെ 3 ബ്രാൻഡിൻ്റെ ചുമതലയാണ് അവന് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണുന്നില്ല. അനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നീ ഉറപ്പിച്ചോ ഫ്രണ്ട്സിനൊപ്പം നന്ദു പോയത് അനിയെ കാണാൻ തന്നെയാണെന്നിങ്ങനെ ആദർശ് പറയുവേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം വരുവാണ്. അപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ റൂമിലിരിക്കുക കേട്ടോ. നിലാവത്ത് അയച്ചു വിട്ട് നനഞ്ഞ കോഴിയെ പോലെ നമ്മുടെ അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്രണ്ട്സാണ് ആദ്യം റൂമിലേക്ക് കയറി വരുന്നത്. അതിന് ശേഷം പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എടാ നിൻ്റെ കൂട്ടുകാരി നീ അന്വേഷിച്ച ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നന്ദു പിന്നെ പെട്ടെന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ പതിയെ കയറി വരും കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവിനെ കണ്ടതും ആകെപ്പാടെ അനിയുടെ സകല ഭാവങ്ങളും മാറി മുഖത്ത് ചീരിയൊക്കെ വിടർന്ന് ഒന്ന് പ്രസന്നമായി കേട്ടോ. പിന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് നീ എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അനിയും പറയുന്നുണ്ട് നീയും എന്നെ വിഷമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും കൂട്ടുകാരന്മാർ നിൽക്കുകയാണല്ലോ, ഇവരുടെ വിഷമം ഇവർ പറഞ്ഞു തീർക്കട്ടെ, നമുക്ക് വെളിയിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അവർ വെളിയിലോട്ട് പോവേ. ഇങ്ങനെ നന്ദു ഇങ്ങനെ പറയുക എനിക്ക് പെട്ടെന്ന് പോകണം, എന്നെ അവർ കാത്തിരിക്കുക, വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്കിനും പിന്നെ നന്ദു പറയും ഏത് നേരത്താണോ എനിക്ക് നിന്നെ പരിചയപ്പെടാൻ തോന്നിയത് ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട് എൻ്റെ നല്ല നേരത്താണ് എനിക്ക് നിന്നെ പരിചയപ്പെടാൻ തോന്നിയത്, പക്ഷേ പിന്നീടൊരു നല്ല നേരം നോക്കി നീ എനിക്കൊപ്പം വരാൻ തയ്യാറായില്ല. ആ സമയത്ത് എൻ്റെ കണ്ണു മൂടി കെട്ടി എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, ഒരു സുഹൃത്തായിട്ടാണ് നീ എന്നെ കാണുന്നതെന്ന് നുണ പറഞ്ഞു. ഉള്ളിലെ സ്നേഹം മറച്ചു വെച്ച് അങ്ങനെ ചെയ്തതാ ഇതിനെല്ലാത്തിനും കാരണം. അങ്ങനെ നടന്നിരുന്നെങ്കിൽ അനാമികയായിട്ടുള്ള കല്യാണം നടക്കില്ലായിരുന്നു, സമയം ഞാൻ മാറ്റി വെപ്പിച്ചിട്ടുണ്ടാകുമായിരുന്നു ആദർശേട്ടനോട് പറഞ്ഞ് എന്നിങ്ങനെ അനി പറയുകയാണേ. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്താ പറയുന്നതെന്നറിയോ, ഉള്ളിലെ ഇഷ്ടം സമയത്ത് പറയാതിരുന്നതാണെന്നാണ്. അതോടൊപ്പം തന്നെ ആ മുത്തശ്ശനും മുത്തശ്ശിയും വേറൊന്നും കൂടി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞവർ പിരിയാൻ പാടില്ല എന്നിങ്ങനെ നന്ദുവും പറയുവാണേ. ഇപ്പം പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ ബെഡ്റൂമിൽ എന്താ നടക്കുന്നതെന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോഴത്തേക്കും നന്ദു പറയേ നീയൊന്ന് മനസ്സ് വെച്ചാൽ അതൊക്കെ മാറാന്നുള്ളതേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. മാറാന്നുള്ളതേ ഉള്ളൂ അല്ലേ, എനിക്ക് എന്ത് പറഞ്ഞാലും അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ഞാൻ മാത്രമല്ല അവളും അങ്ങനെയാണ്,
വെറും സ്വത്ത് മാത്രം മോഹിച്ചിട്ടാണ് അവൾ എൻ്റെ വീട്ടിലോട്ട് വന്നത് എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അവൾ വലിയ പണക്കാരിയാണെന്നല്ലേ പറഞ്ഞു വന്നത്, ഓരോന്നൊക്കെ ഇങ്ങനെ പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നീ വീട് കയറി അവരെ അടിച്ചപ്പോഴൊക്കെ ഞാൻ കൈകൊട്ട് ചിരിച്ചത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ അനി, എന്നാൽ പിന്നെ ഞാൻ പൊക്കോട്ടെ എന്നിങ്ങനെ നന്ദു ചോദിക്കുവേ. അങ്ങനെ ഇപ്പം നിന്നെ ഞാൻ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വാതിലിൻ്റെ അടുക്കലേക്ക് പോവേ. എന്നിട്ട് വാതിലും പോയി കുറ്റിയിടും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ ഇങ്ങനെ മനസ്സിങ്ങനെ വിചാരിക്കുവേ, ഇപ്പം എന്ത് ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കിന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം നിൻ്റെ ഭാവം എന്താണെന്നിങ്ങനെ ചോദിക്കുകയെ. ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഈ ഇത്രയും തടിമിടുക്കുള്ള ആളിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും രണ്ടാളും ചിരിക്കും കേട്ടോ. ഒന്നുമില്ല, ഞാൻ നീ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറ്റിയിട്ടതെന്ന് പറയുവേ. അനി, നമ്മൾ തമ്മിലുള്ള ബന്ധം പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞിരിക്കുകയാണ്. നിൻ്റെ വലിയമ്മയ്ക്കാണ് ശക്തമായിട്ടുള്ള ഉപദേശങ്ങളാണ് എനിക്ക് തരുന്നത്. അവർ അനാമികയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്നോടുള്ള സ്നേഹമാണ് അവളോട് കാണിക്കുന്നത്. എൻ്റെ ജീവിതം തകരുന്നത് വലിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ആദർശേട്ടനും ഞാനൊന്നും വലിയമ്മയ്ക്ക് രണ്ടല്ലെന്നറിയാലോ എന്നിങ്ങനെ ചോദിക്കുകയെ. അറിയാം, എന്താണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് രണ്ടാൾക്കും ഒന്നിക്കാൻ കഴിയില്ല അനി എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പേരിൽ എൻ്റെ തല തിന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നന്ദു പറയുവാണേ. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനേച്ചി പോലും കൂടെ അതിനെ എതിരാന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ നമ്മുടെ അനി പറയുവാണ്, അവരൊക്കെ എത്ര എതിർത്താലും ശരി, നമ്മളിനി ഒന്നിക്കുമെന്നിങ്ങനെ അനി പറയുന്നുണ്ട്. എങ്ങനെ ഒന്നിക്കുമെന്ന് നീ പറയുന്നതെന്ന് ചോദിക്കേ. അതൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ തമ്മിൽ ഒന്നിക്കും. പുരോഹിതൻ പറഞ്ഞതാണ് നമ്മൾ തമ്മിൽ ഒന്നിക്കുമെന്ന്. അനിയുടെ അടുത്തും പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നന്ദു ഇങ്ങനെ ആലോചിക്കുവാണേ. അപ്പോഴത്തേക്കിനും പുരോഹിതൻ പറഞ്ഞതിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് അവർ തമ്മിൽ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നന്ദു ഓർക്കുവാണേ. എടാ, നീ ഇക്കാര്യം പുരോഹിതനോടൊക്കെ പോയി ചോദിച്ചോ? നിൻ്റെ മുത്തശ്ശനൊക്കെ അവരുമായിട്ട് നല്ല അടുപ്പമുള്ളതല്ലേ? ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മുത്തച്ഛനോട് പറയത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നതിന് കുറച്ച് പൂജകളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. എടാ, നിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴത്തേക്കും പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറയുവേ. ജാതക പ്രകാരം എന്താണെങ്കിലും നിങ്ങൾ ഒന്നിക്കുമെന്നാണ് അദ്ദേഹവും പറഞ്ഞതെന്ന് പറയുവേ. അങ്ങനെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആ പൂജയുടെ കാര്യം പറഞ്ഞെന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ ഫാനിൽ തൂങ്ങി കിടക്കുന്ന എന്നെയായിരിക്കും നിനക്കിനി കാണാൻ സാധിക്കുക എന്നിങ്ങനെ അനി പറയുകയാണേ. നീ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വല്യമ്മയും ആദർശേട്ടനും നീ ഇല്ലാതെ അവർക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്കും നീ ഇല്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നന്ദുവിനോട് പറയുകയാണേ. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണിങ്ങനെ നന്ദു ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നന്ദു, SI, ഞാൻ നിൻ്റെ പേരിലായിരിക്കും ആദ്യം കേസ് എടുക്കുക SI ആയി കഴിഞ്ഞാൽ എന്നിങ്ങനെ പറയുക. അപ്പം അതെന്തിനാന്ന് ചോദിക്കുവേ. എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതിന് എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടാളും ചിരിക്കുവാണേ. എടാ, ഈ വിഷയമായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് ഇങ്ങനെ നന്ദു പറയേ. അപ്പോഴത്തേക്കിനും അനു പറയുവാണേ, ഈ വിഷയമായിട്ടൊരു തീരുമാനം എടുക്കാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. നമ്മുടെ ഈ ബന്ധം 100% സത്യസന്ധതയോടെ നമുക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. അനാമിക എന്നെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നോ അന്ന് നമുക്ക് ഒന്നിക്കണം. ഇനി ഈ ഉപദേശം കേട്ടുകൊണ്ട്, മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇനിയും എന്നെ അവഗണിക്കരുത്. അങ്ങനെ അവഗണിച്ച് കഴിഞ്ഞാൽ മദ്യപിച്ച് ചെല്ലുന്ന ഇനി അനന്തപുരിക്കാരെ കാണുള്ളൂ. പിന്നീട് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണേ. എന്നിട്ട് എന്തൊരു ചൂടാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് അമ്മ വെള്ളമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഒന്ന് വിളിച്ചേ, നാളെ വിഷുവായിട്ട് അവരോട് എന്തെങ്കിലും മേടിച്ചെടുക്കാൻ എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വിഷുവായിട്ട് ചോദിച്ചാണ് മേടിക്കുന്നത്, അവരല്ലേ കൊടുക്കേണ്ടത്. നയനയാണെങ്കിൽ നയനയുടെ അമ്മായിയമ്മ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഇനി അവർക്ക് എന്തെങ്കിലും വാരിക്കോരി അവർ കൊടുക്കുമോ ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയുക. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ എന്താണെങ്കിലും ദേവയാനി ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ അമ്മ പറയുന്നുണ്ട്, അവരെ ഒന്ന് സ്നേഹിക്കാനെങ്കിലും അവളോട് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാനൊന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഫോണെടുത്ത് വിളിക്കുവാണേ. അപ്പോഴത്തേക്കിനും അനാമിക ഫോൺ എടുക്കുന്നുണ്ട്. എന്താ അച്ഛൻ ചോദിക്കുകയെ. മോളെ, ഇവിടെ അമ്മ പറയുമായിരുന്നു നാളെ വിഷുവായിട്ട് എന്തെങ്കിലും കനത്തിൽ മേടിച്ചെടുക്കാൻ അമ്മ പറയുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. എൻ്റെ അമ്മായിയമ്മ എന്തെങ്കിലും തരുമായിരിക്കും, ബാക്കിയുള്ളവരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടി എന്നിങ്ങനെ പറയുവേ. മോളെ, വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് നീ മുന്നിൽ നിന്ന് എല്ലാം ചെയ്യണം. കിളവിനും എല്ലാം കാണണം. അത്
മോൾ ആ വീട്ടിലോട്ട് ചെന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തരുമെന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അനാമിക പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് പറയാ ഇവിടുത്തെ വിഷുക്കണി ഒരുക്കമൊക്കെ കഴിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, വിഷുവായിട്ട് അമ്മായച്ചനും അമ്മായിയമ്മയും മരുമോൻ എന്താ കൊടുക്കുന്നതെന്ന് ചോദിക്കുവേ. എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ട് മോളെ. പക്ഷേ ഇപ്പോൾ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. ഞാൻ അച്ഛന് കൊടുക്കാമെന്നും പറഞ്ഞ് ഫോണ് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണേ. ഒലക്കയുടെ മൂട് എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ നിനക്കും അവിടുന്ന് കിട്ടുന്നത് അതായിരിക്കുമല്ലോ. പിന്നെ മോളൊന്ന് പറഞ്ഞു വെച്ചേക്ക്. ആദ്യത്തെ വിഷുവിന് ഭാര്യ വീടിന് എന്തെങ്കിലും കൊണ്ടുവരുന്നത് ദോഷമാണെന്ന് മോളൊന്ന് പറഞ്ഞു വെച്ചേക്കാൻ പറയേ. അപ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ലോകത്തില്ലെന്ന് അവർക്കറിയാമെന്നും പറയുവേ. ഞാനൊന്നും പറയത്തൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഇവിടെ ഉള്ളവർക്ക് ഗിഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു മര്യാദ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊണ്ട് കൊടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നിങ്ങനെ അനാമിക പറയുവേ. പെണ്ണ് വാശി പിടിക്കുക എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറയേ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞത് ശരിയല്ലേ. എടി ഭാര്യ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കാറ് കൊടുത്തു, അതിപ്പോൾ ഇവിടെ ഇല്ല. എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടാണ് വർക്ക്ഷോപ്പിലാന്ന് ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ മോഡൽ ശരിയല്ല, വിറ്റു എന്ന് പറഞ്ഞാൽ പോരെന്നൊക്കെ പറയുവേ. അങ്ങനെയൊക്കെ പറയും. ഇനിയിപ്പോൾ നിവൃത്തിയുള്ളൂ എന്ന് പറയും കേട്ടോ. അനിയെ വലയിൽ കൊടുക്കാനായിട്ട് ഭയങ്കര ധൃതിയായിരുന്നു അവൾക്ക്. അത് വലയിൽ കുടുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് എങ്ങനെ പിടിച്ച് നിർത്തണമെന്ന് അവൾക്കറിയില്ല. അവിടെ കൊണ്ടല്ലേ നമുക്ക് പിഴച്ചത്. അവൾ ബുദ്ധിയുള്ള പെണ്ണായിരുന്നെങ്കിലേ സ്നേഹം കൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരെയും റെഡിയാക്കി കയ്യിലെടുത്തേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ. എന്താണെങ്കിലും വിഷുവായിട്ട് എന്തെങ്കിലും കനത്തി കൊടുക്കാതിരിക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് സ്വർണം വല്ലതും കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയണം. സ്വർണം വല്ലതും കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി എണീച്ച് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്